മാസങ്ങളോളം ദീനിന്റെ ഖിദ്മത്ത് നടത്തിയ, നിങ്ങളുടെ പിഞ്ചുമക്കൾക്ക് അലിഫും ബാവും പഠിപ്പിച്ച, നിങ്ങളെ പ്രിയപ്പെട്ട പിഞ്ചുമക്കൾക്ക്, ഉമ്മമാരെ പിഞ്ചുമക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ച, ഹദീസുകൾ പഠിപ്പിച്ച ഒരു വെറൈറ്റിയായ ഒരു പണ്ഡിതൻ, എല്ലാവരുടെ കൽവിലും ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന പണ്ഡിതൻ. നിങ്ങൾ വിചാരിക്കും ഹൊണ്ണാപുരം മഹല്ലിലുള്ള ചെറിയ വലിയ ആണ് പെണ്ണ് അവരുടെ കൽബിലാണ് ലത്തീഫ് മദനി ഉസ്താദ് ഉള്ളത് എന്ന്. അല്ല, എത്ര വലിയ വലിയ മഹത്തുക്കളായ ആലിമീങ്ങളാണ്. സഹീഹുൽ ബുഖാരി ദർസ് നടത്തുകയാണ്. ആരാണ് ദർസ് നടത്തുന്നത്? മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ AP ഉസ്താദ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അവിടുന്ന് സഹീഹുൽ ബുഖാരി ആയിരക്കണക്കിന് വലിയ വലിയ പണ്ഡിതന്മാർക്ക് മർക്കസിൽ എല്ലാ സുബഹിന്റെ നിസ്കാരത്തിന്റെ ശേഷവും നടത്തുകയാണ് ശൈഖുനാ AP ഉസ്താദ്. അവിടുത്തെ അറിയാത്തവർ ആരും ഇല്ലല്ലോ, ഉസ്താദിനെ പരിചയപ്പെടുത്തേണ്ടതും ഇല്ല. മഹാനായ ഉസ്താദിന്റെ സഹീഹുൽ ബുഖാരി കഴിയുമ്പോ അവിടെയുള്ള ഖാദിമീങ്ങൾ, അവിടെയുള്ള ശിഷ്യന്മാർ അല്ലെങ്കിൽ സീനിയറായ മുതഅല്ലിമീങ്ങൾ ഒരു ചീട്ട് കൊണ്ടുവന്ന് കൊടുക്കും. ഇവിടെ ഒരു കുട്ടി കർക്കീതങ്ങളെ മുന്നിലേക്ക് വന്നിട്ട് തഹ്ലീലിന്റെ കണക്കാണെന്ന് തോന്നുന്നു ഒരു ചീട്ട് കൊടുത്തു. അതുപോലെ സഹീഹുൽ ബുഖാരി ദർസ് നടത്തുമ്പോ മഹാനായ ശൈഖുനാ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ, ഉസ്താദിന്റെ കാലഘട്ടങ്ങളിൽ അവിടുത്തെ പ്രായപൂർത്തിയായ അന്ന് മുതൽ ഇന്ന് വരെ ഏതൊക്കെ മഹാന്മാരുണ്ടായിട്ടുണ്ടോ, ഏതൊക്കെ മശായിഖന്മാരുണ്ടായിട്ടുണ്ടോ, ഏതൊക്കെ ഔലിയാക്കൾ ഉണ്ടായിട്ടുണ്ടോ, ഏതൊക്കെ സ്വാലിഹീങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അവരുടെ മുഴുവനും ആശീർവാദം വാങ്ങാൻ തൗഫീഖ് ലഭിച്ച വലിയ നേതൃത്വമാണ് ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് എന്ന് പറയേണ്ടതില്ലല്ലോ. അവിടുത്തെ ചരിത്രം നാം നീട്ടിപ്പറയുന്നില്ല. ഒരു പള്ളിയിൽ അവിടുന്ന് ദർസ്, ഞാൻ ചുരുക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ദർസ് നടത്തുകയാണ്. ദർസ് നടത്തുമ്പോ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്ന കോളേജിൽ നിന്ന് ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകള് നേരെ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വന്നു ദർസ് ആരംഭിച്ച് ഒരുപാട് ചെറിയ ഉസ്താദ് അടക്കമുള്ള വലിയ വലിയ ആലിമീങ്ങൾക്ക് ദർസ് നടത്തുകയാണ്. അപ്പോഴാണ് നേരെ അപ്പുറത്തെ മഹല്ലിലുള്ള ഒരു പള്ളിയിൽ മഹാനായ ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കറിൽ മടവൂരി CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വന്നു എന്ന് AP ഉസ്താദിന് വിവരം കിട്ടുന്നത്. AP ഉസ്താദ് ഇശാ വരെയുള്ള ദർസ് കഴിഞ്ഞ് അവിടെ നിന്ന് എന്ത് ചെയ്ത് പെട്ടെന്ന് ഒരു ബൈക്കിൽ ഒരാളുടെ കൂടെ മഹാനായ CM വലിയുല്ലാഹി ഉള്ള പള്ളിയിലേക്ക്, CM വലിയുള്ള അന്ന് ഏകദേശം മഹാന്മാരെ ഔലിയാക്കളെ ചാരത്തേക്ക് നടക്കുന്ന കാലഘട്ടമാണ്. ഒരു കാലഘട്ടത്തിൽ കാടിന്റെ ഉള്ളിൽ പോയി സിംഹത്തിന്റെ കൂടെ, നെരിന്റെ കൂടെ ജീവിച്ചവരാണ്. CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ അടുത്തേക്ക് എത്തുകയാണ്. ഇശാ ബാങ്ക് കൊടുക്കുകയാണ്. അവിടുന്ന് ഇശാഇന്റെ സമയമാവുകയാണ്. അവിടുന്ന് നിസ്കരിക്കുകയാണ്. ശൈഖുനാ ഉസ്താദ് അവറുകൾ അവിടെ മെല്ലെ നിൽക്കുമ്പോ CM വലിയുല്ലാഹി പറഞ്ഞു, നിങ്ങൾ എവിടുത്തെ ആളാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? മഹാനായ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഇന്ന അടുത്ത് ദർസ് നടത്തുന്ന ആളാണ് എന്ന്. വലിയ പരിചയമൊന്നുമില്ല ആ കാലഘട്ടത്തിൽ. തുടക്കത്തിൽ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഇമാമത്ത് നിൽക്കണം എന്ന് പറഞ്ഞു. ഇമാമത്ത് അങ്ങോട്ട് AP ഉസ്താദ് നിന്നു. അവിടുന്ന് നിസ്കാരവും ഹദ്ദാദും മറ്റുമൊക്കെ കഴിഞ്ഞ് മഹാനായ ഉസ്താദ് അവറുകൾ അന്ന് അവിടെ തന്നെ കൂടാൻ തുടങ്ങി, അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. പാതിര സമയം വരെ, അല്ലെങ്കിൽ തഹജ്ജുദിന്റെ 3 മണി വരെ മഹാനായ ശൈഖുനാ ഉസ്താദിന്റെ ചരിത്രത്തിൽ കാണാം, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ CM വലിയുല്ലാഹിയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മഹാനായ CM വലിയുല്ലാഹിയെ മടവൂരി ശൈഖിനെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവിടുത്തെ ഇബാദത്ത് കണ്ടപ്പോ, അവിടുത്തെ സൽക്കർമ്മങ്ങൾ കണ്ടപ്പോ, അവിടുത്തെ ഓരോരോ വിഷയങ്ങൾ കണ്ടപ്പോ, അവിടുത്തെ പൊട്ടിക്കരച്ചിൽ കണ്ടപ്പോ, ആ പള്ളിയുടെ നേരെ അപ്പുറത്തുള്ള ഖബർസ്ഥാനിൽ പോയിട്ട് CM വലിയുല്ലാഹി പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ, അജബല്ലലി മുഹിബ്ബി കൈഫയനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാം എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടിയിട്ട് ഖബറിലുള്ള ഓരോരുത്തരെ വിളിച്ചിട്ട് അവിടുന്ന് കരയുന്നത് കണ്ടപ്പോ എനിക്ക് വല്ലാതെ സന്തോഷമായി. ഞാനൊരു ബാക്കവിയാണ്, ഞാനൊരു ആലിമാണ്, ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന ആളാണ്. CM വലിയുല്ലാഹി മടവൂരിന്റെ ഈ സൽക്കർമ്മങ്ങൾക്കുള്ള തൗഫീഖ് പോലെ എനിക്ക് വന്നില്ലല്ലോ എന്ന വിഷമത്തോടെ
പ്രാപ്തരായ ഉസ്താദ് അവറുകൾ അവിടുന്ന് സുബഹി കഴിഞ്ഞിട്ട് കൈ കൊടുത്തിട്ട് മുസാഫഹത്ത് ചെയ്തിട്ട് പറഞ്ഞു, അവിടുന്ന് ദ്വാരക്കാൻ പറഞ്ഞു. CM വലിയുള്ള AP ഉസ്താദിന്റെ മടവൂർ ശൈഖ്, CM മടവൂർ ശൈഖ് AP ഉസ്താദിന്റെ തലയിലേക്ക് കൈവച്ച് ദുആ ചെയ്തു. അവിടുന്ന് ദുആ ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ പോകുന്നില്ല, മരണം വരെ നിങ്ങളെ കൂടെ ഖാദിമായി ഞാൻ നിന്നോളാം, മരണം വരെ ഞാൻ എവിടത്തേക്കും പോകില്ലെന്ന് പറയുമ്പോ എന്താണ് ഇതിന് റീസൺ, എന്താണ് ഇതിന് കാരണമെന്ന് ചോദിക്കുമ്പോ മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീ തങ്ങളോട് AP ശൈഖുന ഉസ്താദ് പറഞ്ഞു, ഇന്നലെ രാത്രി നിങ്ങളെ ഇബാദത്ത്, നിങ്ങളെ സൽക്കർമ്മം, നിങ്ങളെ ഉറക്കൊഴിച്ചൽ, നിങ്ങളെ അധ്വാനം, നിങ്ങളെ ഓരോന്ന് കാണുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആഗ്രഹം വന്നു തീരുമാനിച്ചതാണ്. അപ്പോഴാണ് CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീ തങ്ങൾ പറഞ്ഞത്, ഓ AP അബൂബക്കർ മുസ്ലിയാരെ, എന്റെ വഴി ഖിളർ നബി അലൈഹിസ്സലാമിന്റെ വഴിയാണ്, നിങ്ങളെ വഴി കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ വഴിയാണ്. നിങ്ങൾ ദീനിന്റെ ദഅവത്തിന് ഉണ്ടാകണം, നിങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ട ഖിദ്മത്തിന് ഉണ്ടാകണം, നിങ്ങൾ സ്ഥാപനപരമായ പരിപാടിക്കുണ്ടാകണം, പാവങ്ങൾക്ക് സഹായിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ മുന്നിൽ ഉണ്ടാകണം. അതുപോലെ നിങ്ങൾ ഒരുപാട് മുതഅല്ലിമീങ്ങളെ, യതീമക്കളെ, ഹാഫിളുകളായ മക്കളെ പ്രവർത്തനത്തിൽ നിങ്ങൾ ഉണ്ടാകണം, നിങ്ങളെ കൊണ്ട് ഇവിടെ ദീൻ ഉണ്ടാകണം, എന്റെ എല്ലാ ആശീർവാദവും നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് ഉസ്താദ് മഹാനായ AP ഉസ്താദിനെ തിരിച്ചയച്ചു. ആ ശൈഖുന ഉസ്താദ് അവറുകൾ സഹീഹുൽ ബുഖാരി കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് എടുത്തു കഴിയുമ്പോൾ ഓരോരുത്തർ അവിടെ നിന്ന് ചീട്ട് കൊടുത്തു. ചീട്ട് കൊടുത്തത് എന്താണ്? രോഗികളെ രോഗശമനത്തിന് ദുആ ചെയ്യാനാണ്. ചീട്ട് കൊടുക്കുന്നത് എന്തിനാണ്?